മോളുടെ കൂടെ അത്ത ഉണ്ട്, ഉപ്പ ഉണ്ട്, അമ്മ ഉണ്ട്, എല്ലാരും ഉണ്ട് മോളെ. മോളൊന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് ഒറ്റയ്ക്ക് പോരാടും. കപ്പും കൊണ്ടേ വീട്ടിൽ വരാവും. ഇനി ഒന്നും ഓർക്കരുത്, ഒരു കാര്യം ഓർക്കരുത്, ഇത് കണ്ട് സങ്കടപ്പെടരുത്, ഒന്നും ചെയ്യരുത്. മോള് ധൈര്യമായിട്ട് നിൽക്കി കേട്ടോ. എണിക്ക് എണിക്ക് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് കറങ്ങാം. അത്താഴ് കൊടുക്കാം. ബാടാ മോളെന്തിനാ പേടിക്കുന്നത്? ആരുടെ ഇതില്ലെങ്കിലും മോൾക്ക് അത്തായും ഉമ്മായും എല്ലാരും ഉണ്ടല്ലോ. ആൾക്കാർ പറയുന്ന അല്ലെ ഇത് പറയുന്ന അത് പറയുന്ന ഒന്നും മോൾ ടെൻഷനേ അടിക്കണ്ട. മോൾ ഒരു ടെൻഷനും അടിക്കണ്ട. മോൾക്ക് വേണ്ടാത്തൊരു സാധനവും മോളുടെ റൂമിൽ അടിപൊളിയായിട്ട് ഗെയിം കളിക്കുക, അത്ര തന്നെ. മോളുടെ റൂം ഏതാ? അറിയരുത്, അത്താഴത്ത് അങ്ങനെ നിൽക്കുകയും ചെയ്യരുത്. ആ താങ്ക് യു. ഏതാണ് റൂം? ഏതാ? ചിരിച്ചു നിൽക്കുക, ചിരിക്കുക 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 അല്ലെ? എല്ലാരും ചിരിക്കുക. എന്തൊരു ദുഃഖം ഉണ്ടായാലും നിനക്ക് ഇതിൽ നോക്കിക്കൂടെ? ഇതിൽ നോക്കിയിട്ട് അത്താടെ ഉമ്മാടെ ഒക്കെ മുഖങ്ങൾ കണ്ടൂടെ? അതുകൊണ്ട് ആ ഒരൊറ്റ ഇതിൽ മോളെ ഓർക്ക്, പിന്നെ ഓർക്ക്, ഉമ്മായി ഓർക്ക്. എനിക്കിവിടെ വന്നപ്പോ ഇത് ഞാൻ എടുക്കാം. എനിക്ക് ആകെ ഉണ്ടായിരുന്നു. പോരും മോളെ, അത്രേ ഉള്ളൂ. അത്തായിക്കോ ഉമ്മായിക്കോ ഒന്നുമില്ല. ഇത് ഒരു ഷോയാണ്, എനിക്കറിയാം. എങ്ങനെയുണ്ട് മോളെ ഉമ്മാക്കറിയാൻ നമുക്ക് വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് എന്റെ പൊന്നു മോളെ നല്ല എനക്കൊന്നും ഗെയിം കളിക്കണം. ഒരു സമാധാനമൊക്കെ ഞാൻ എനിക്കത് ഒറ്റപ്പെടുമ്പോൾ ഉമ്മ ഉണ്ട്, അത്തമുണ്ട്, പൊന്നുണ്ട്, എല്ലാരും ഉണ്ട്. നിങ്ങൾ എനിക്ക് പുറത്തല്ലേ? എല്ലാരും പുറത്തല്ലേ ഉള്ളത്? എല്ലാരും പുറത്തല്ലേ ഉള്ളത്? എല്ലാരും പുറത്ത് നിന്നില്ല. അതിന് നമുക്ക് എപ്പോഴും മോളെ കൂടെ പ്രാർത്ഥനയുണ്ട്. മോളെ പ്രാർത്ഥന എപ്പോഴും മോളെ കൂടെ ഉണ്ട്. പിന്നെ എന്തിനു മോളെ വിഷമിക്കുന്നത്? മോളെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. അറിയാം മാമ, നല്ലതിന് വേണ്ടിയിട്ടാണ്. എനിക്കറിയാം, എനിക്കറിയാം. പക്ഷെ എനിക്കിവിടെ ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വന്ന് പറയട്ടെ, ഞാൻ പറയട്ടെ, എന്റെ ഉള്ളിലുള്ളത് ഞാൻ പറയട്ടെ. ഉള്ളിലുള്ളത് പറയാനുള്ള അല്ല, ഞാൻ പറയട്ടെ. 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ എനിക്കിവിടെ ആകുള്ളൂ. ഇവിടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി നിങ്ങളെ എല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് എന്നെ കൈപിടിച്ച് ഞാനുണ്ടെന്ന് പറഞ്ഞ പുതിയ ഒരു മനുഷ്യനാണ്. അത് ശരി, അതിപ്പോ പുറത്തു പോയി. ഇപ്പൊ ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉമ്മ കൂടെ ഉണ്ട്, ഏത് കാര്യത്തിനും കൂടെ. ഇത് നിനക്കൊക്കെ ഇടയ്ക്ക് സായി എന്റെ അടുത്ത് പറഞ്ഞു കേട്ടായിരുന്നു. എനിക്കിതൊക്കെ കേൾക്കുമ്പോ സായി പറഞ്ഞത് ചുമ്മാ നോക്ക്. എനിക്ക് സായിയെ വിശ്വാസമാണ്. കാരണം സായി എനിക്ക് മുമ്പ് അറിയാവുന്നതാ. അപ്പൊ സായി ഇവിടെ വന്നിട്ട് സായി എന്റെ അടുത്ത് പറയുക, നിന്റെ ഉമ്മയൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് അപ്പം ആ ഇന്റർവ്യൂ അപ്പൊ ഞാൻ ഇന്റർവ്യൂ എന്താ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് കാണുമ്പോ നെഗറ്റീവായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോ അമ്മ അപ്പൊ എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചു. ഞാൻ ചോദിക്കട്ടെ, 13 വോയിസ് കൊടുത്തതൊക്കെ പറയുമ്പോ അമ്മ നോക്ക്, എനിക്ക് ആ ചെറുക്കന്റെ പേര് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ വരുന്നത് എന്റെ ഞാൻ ഇതിനകത്ത് നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നത് പുറത്തുനിന്ന് കാണുന്നതൊക്കെയല്ല. പുറത്ത് നിങ്ങൾ നോക്കുമ്പോ ഇത് വീഡിയോ കാണുന്നത് ഇവരങ്ങനെ ഇതങ്ങനല്ല. ഇതെന്താ പറയാമോ, ഇത്ര ആൾക്കാരുടെ വീട്ടിൽ പിടിച്ചിട്ടേക്കോ ഒരു മനസ്സമാധാനമില്ല. അതൊക്കെ ഞങ്ങൾക്കറിയാം. റിയാലിറ്റി ഷോ ആയത് പക്ഷെ ഇത്രയും നാളുണ്ട് എന്റെ 10 ഇരട്ടി. ഇപ്പൊ ഇവിടെ സമാധാനം കാണുന്നുണ്ടോ? ഇപ്പൊ എത്ര ദിവസമായെന്നറിയാമോ? എത്ര ദിവസമായെന്നറിയാം? 70 ദിവസം ആവാറായി. ഇന്ന് 69 ദിവസമായി. ഇനി അത് 30 ദിവസം കഴിഞ്ഞുള്ളൂ. മക്കള് ഇന്നാവും പിന്നെ നോക്കിക്കുവാണ് നല്ല സ്ട്രോങ് ആയിട്ട് മക്കളെ കളിക്കണം. ഇല്ല മക്കൾക്ക് എന്താ, മക്കളെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. പുറത്തൊരു ജീവിതം കൊണ്ട് നോക്ക് പറയുന്ന മോൾക്ക് കേട്ട് മനസ്സിലാക്കണം. പുറത്തൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് മക്കള് മക്കൾക്ക് എന്ത് വിഷമം വന്നാലും ഇത് നോക്കി ഉമ്മായി വിളിക്കണം.
ഉമ്മ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കണം. മനസ്സിലായ? ഉമ്മ പറയാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടാ? അത് ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് കിടപ്പുണ്ട്. മക്കൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷമം വന്നാലും ഉമ്മയോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്. 24 മണിക്കൂർ ഉമ്മ കണ്ടോണ്ടിരിക്കില്ല. എന്നാൽ പിന്നെ എന്ത് വിഷമം വന്നാലും ഉമ്മയോട് പറയണം. മക്കൾ വരെ പൊന്നുകളല്ലേ, മക്കളെ കരുതി. എല്ലാം കാത്തിരുന്നിരുന്നമ്മ. എല്ലാരും വിചാരിച്ചേക്കുന്ന കൊല്ലും തിന്നൊന്നില്ലേ വിചാരിച്ചു. മക്കളാരും മകളല്ലേ. മക്കളുടെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ട് അത് ഗെയിമിന്റെ ഭാഗമായിട്ടല്ലേ ഇമ്മ കണ്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാരും അങ്ങനെ കണ്ടിട്ടുള്ളേ. അത് ഗെയിമിന്റെ ഭാഗമാണ്. ഗെയിം ഇവിടെ കഴിയുമ്പോ ആ ഗെയിം കഴിഞ്ഞല്ലോ. പക്ഷെ നമുക്കൊരാൾക്ക് ഇപ്പൊ എന്റെ ഒരു ആപത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അത് നിന്നിട്ടില്ലെന്ന് പറയുന്നില്ല. ആ